നമസ്കാരം, KCN വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ഉദിനൂർ ഗ്രാമത്തിന് കലയുടെ വസന്തമൊരുക്കി റവന്യൂ ജില്ലാ സ്കൂൾ കലോത്സവം. നാടിന്റെ ഒത്തൊരുമയും സ്നേഹക്കൂട്ടായ്മയും തെളിയിക്കുന്നതാണ് കലോത്സവങ്ങളെന്ന് സിനിമാ താരം മധുപാൽ. നിരവധി കേസുകളിലെ പ്രതിയെ വേഷം മാറിയെത്തി പിടികൂടി പോലീസ്. കൊടിയമ്മ ചായിക്കട്ടയിലെ PA മുഹമ്മദിനെയാണ് കുമ്പള പോലീസ് പിടികൂടിയത്. MDMAയും പിടിച്ചെടുത്തു. ഉപ്പള ജംഗ്ഷനിൽ വ്യാപാര സ്ഥാപനത്തിൽ വൻ തീപിടുത്തം. 10 ലക്ഷം രൂപയുടെ നഷ്ടം. ബുർക്ക ധരിച്ച് കുമ്പള ടൗണിലെ ബസ് സ്റ്റോപ്പിലുണ്ടായിരുന്നയാൾ പശ്ചിമ ബംഗാൾ സ്വദേശി. കുമ്പള പോലീസ് അറസ്റ്റ് രേഖപ്പെടുത്തി ജാമ്യത്തിൽ വിട്ടയച്ചു. കാസർഗോഡ് മയക്കുമരുന്ന് കേസിൽ പ്രതിക്ക് 10 വർഷത്തെ കഠിന തടവ്. എരിയാൽ ചേരങ്കയിലെ മുഹമ്മദ് മർസൂഖിനെയാണ് കോടതി ശിക്ഷിച്ചത്. ഷിറിയയിൽ മേൽപ്പാലം വേണം. വികസന സമിതി നടത്തിയ സമരസംഗമത്തിൽ പ്രതിഷേധമിരമ്പി. വാർത്തകൾ വിശദമായി. ഉദിനൂർ ഗ്രാമത്തിന് കലയുടെ വസന്തമൊരുക്കി കാസർഗോഡ് റവന്യൂ ജില്ലാ സ്കൂൾ കലോത്സവം പുരോഗമിക്കുന്നു. വെള്ളിയാഴ്ച 12 വേദികളിലും മത്സരങ്ങൾ പുരോഗമിക്കുകയാണ്. പ്രൗഢമായ ചടങ്ങിൽ സിനിമാ താരം K മധുപാലാണ് കലോത്സവം ഉദ്ഘാടനം ചെയ്തത്. നാടിൻ്റെ ഒത്തൊരുമയും സ്നേഹക്കൂട്ടായ്മയും തെളിയിക്കുന്നതാണ് കലോത്സവങ്ങളെന്ന് മധുപാൽ പറഞ്ഞു. ഉദിനൂർ ഗ്രാമത്തിന് കലയുടെ വസന്തമൊരുക്കി കാസർഗോഡ് റവന്യൂ ജില്ലാ സ്കൂൾ കലോത്സവം പുരോഗമിക്കുന്നു. വെള്ളിയാഴ്ച 12 വേദികളിലും മത്സരങ്ങൾ പുരോഗമിക്കുകയാണ്. നാടിന്റെ ഒത്തൊരുമയും സ്നേഹക്കൂട്ടായ്മയും തെളിയിക്കുന്നതാണ് കലോത്സവങ്ങളെന്ന് കലോത്സവത്തിന്റെ ഉദ്ഘാടകനായ സിനിമാ താരം K മധുപാൽ പറഞ്ഞു. അക്ഷരങ്ങളെയും കലയെയും ഒരുപോലെ നെഞ്ചേറ്റുന്ന ഗ്രാമത്തിൽ വന്നെത്തിയ സ്കൂൾ കലോത്സവം നാട്ടുകാരും കലാസ്നേഹികളും വിജയിപ്പിക്കുന്നതിൽ ഒരു മെയ്യായാണ് പ്രവർത്തിക്കുന്നതെന്ന് ഇവിടെ നടക്കുന്ന കൂട്ടായ്മ തെളിയിക്കുന്നതായി അദ്ദേഹം പറഞ്ഞു. സുവനീർ പ്രകാശനവും മധുപാൽ നിർവഹിച്ചു. സിനിമാ താരം PP കുഞ്ഞികൃഷ്ണൻ, P വസുദേവ് എന്നിവർ സുവനീർ ഏറ്റുവാങ്ങി. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ബേബി ബാലകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. ജില്ലാ പോലീസ് മേധാവി ഡോക്ടർ D ശില്പ മുഖ്യാതിഥിയായിരുന്നു. കലോത്സവ ലോഗോ രൂപകൽപ്പന ചെയ്തതിനുള്ള ഉപഹാരം M രാജഗോപാലൻ MLAയും സ്വാഗതഗാനം ചിട്ടപ്പെടുത്തിയതിനുള്ള ഉപഹാരം കാഞ്ഞങ്ങാട് MLA E ചന്ദ്രശേഖരനും നൽകി. സ്വാഗതഗാന രചയിതാവിന് CH കുഞ്ഞമ്പു MLA ഉപഹാരം നൽകി. സ്വാഗതഗാനാലാപനം നടത്തിയവർക്കുള്ള ഉപഹാര വിതരണവും ചടങ്ങിൽ നടന്നു. TV മധുസൂദനൻ, EP രാജഗോപാലൻ, R രാജേഷ് കുമാർ, മാധവൻ മണിയറ, PV മുഹമ്മദ് അസ്ലം, SN സരിത, M മനു, CJ സജിത്ത്, M സുമേഷ്, K അനിൽകുമാർ, PV അനിൽകുമാർ, T വിജയലക്ഷ്മി, V ദിനേശ, PV ലീന, VV സുരേശൻ, P സുരേന്ദ്രൻ, VV ശ്രീജ, K സുബൈദ എന്നിവർ സംസാരിച്ചു. ഉർമിസ് തൃക്കരിപ്പൂർ, ന്യൂസ് ബ്യൂറോ, ചെറുവത്തൂർ. കൊലക്കേസിലുൾപ്പെടെ നിരവധി കേസുകളിലെ പ്രതിയെ വേഷം മാറിയെത്തി പിടികൂടി പോലീസ്. കൊടിയമ്മ ചായിക്കട്ടയിലെ PA മുഹമ്മദിനെയാണ് കുമ്പള SI K ശ്രീജേഷും സംഘവും അറസ്റ്റ് ചെയ്തത്. പ്രതിയുടെ കാറിൽ നിന്നും MDMAയും കണ്ടെടുത്തു. കൊലക്കേസിലുൾപ്പെടെ നിരവധി കേസുകളിൽ പ്രതിയായ കൊടിയമ്മ ചായിക്കട്ടയിലെ PA മുഹമ്മദിനായി കുമ്പള പോലീസ് അന്വേഷണത്തിലായിരുന്നു. ഇതിനിടെ ഇയാൾ കാറിൽ കൊടിയമ്മയിലേക്ക് വരുന്നതായി രഹസ്യവിവരം ലഭിക്കുകയും SIയും പോലീസുകാരും ഇവിടേക്ക് വേഷം മാറിയെത്തി വലവിരിക്കുകയുമായിരുന്നു. രാത്രി 9:30യോടെ മുഹമ്മദ് കൊടിയമ്മ ജംഗ്ഷനിലെത്തിയപ്പോൾ പോലീസ് കാർ തടഞ്ഞു നിർത്തുകയും അറസ്റ്റ് ചെയ്യുകയുമായിരുന്നു. 1.530 ഗ്രാം MDMAയും കണ്ടെടുത്തു. കാറിനകത്ത് പരിശോധന നടത്തിയപ്പോഴാണ് മയക്കുമരുന്ന് കണ്ടെത്തിയതെന്ന് പോലീസ് അറിയിച്ചു. പിടിയിലായ മുഹമ്മദ് വർഷങ്ങൾക്ക് മുൻപ് യുവാവിനെ കൊലപ്പെടുത്തിയ കേസ്, നരഹത്യാ ശ്രമക്കേസ്, തട്ടിക്കൊണ്ടുപോകൽ, 4 കിലോ കഞ്ചാവ് പിടികൂടിയ കേസ് എന്നിവയിൽ പ്രതിയാണെന്നും പോലീസ് കൂട്ടിച്ചേർത്തു. കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ 2 ആഴ്ചത്തേക്ക് റിമാൻഡ് ചെയ്തു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. ഉപ്പള ജംഗ്ഷനിൽ വ്യാപാര സ്ഥാപനത്തിൽ വൻ തീപിടുത്തം. യൂസഫിന്റെ ഉടമസ്ഥതയിലുള്ള KM എന്ന വ്യാപാര സ്ഥാപനത്തിലാണ് തീപിടുത്തമുണ്ടായത്. ഏകദേശം 10 ലക്ഷം രൂപയുടെ നഷ്ടം കണക്കാക്കുന്നു. ഷോർട്ട് സർക്യൂട്ടാണ് തീപിടുത്തത്തിന് കാരണമായതെന്നാണ് സംശയിക്കുന്നത്. ഉപ്പള ജംഗ്ഷനിൽ വ്യാപാര സ്ഥാപനത്തിലുണ്ടായ തീപിടുത്തത്തിലുണ്ടായത് വൻ നാശനഷ്ടം. കഴിഞ്ഞ ദിവസമാണ് ഉപ്പള ജംഗ്ഷനിൽ പ്രവർത്തിച്ചു വരുന്ന യൂസഫിന്റെ ഉടമസ്ഥതയിലുള്ള KM എന്ന വ്യാപാര സ്ഥാപനത്തിൽ തീപിടുത്തമുണ്ടായത്. ആളിപ്പടർന്ന തീയേറ്റ് കടയുടെ മേൽഭാഗം പൂർണ്ണമായും കത്തിനശിച്ചു. നാട്ടുകാർ ഉടൻ തന്നെ ഓടിയെത്തി തീയണയ്ക്കുവാനുള്ള ശ്രമം തുടങ്ങി. പിന്നീട് ഉപ്പളയിൽ നിന്ന് അഗ്നിശമന സേനയും കൂടി എത്തിയതോടെയാണ് പൂർണ്ണമായും തീയണയ്ക്കാനായത്.
കടയിലെ മിക്ക വസ്തുക്കളും കത്തി നശിച്ചിട്ടുണ്ട്. ഏകദേശം 10 ലക്ഷം രൂപയുടെ നഷ്ടമുണ്ടായതായി കണക്കാക്കുന്നു. ഭീമമായ ഈ നഷ്ടം യൂസഫിനെ വേദനയിലാഴ്ത്തിയിട്ടുണ്ട്. ഷോർട്ട് സർക്യൂട്ടിനെ തുടർന്നാണ് തീപിടുത്തമുണ്ടായതെന്നാണ് സംശയിക്കുന്നത്. പോലീസും അഗ്നിശമന സേനാ ഉദ്യോഗസ്ഥരും കൂടുതൽ വിവരങ്ങൾ പരിശോധിച്ചു വരികയാണ്. അബ്ദുൾ റഹ്മാൻ ഉദ്യാവർ, ന്യൂസ് ബ്യൂറോ, മഞ്ചേശ്വരം. കുമ്പള ടൗണിലെ ബസ് സ്റ്റോപ്പിലുണ്ടായിരുന്നവർ പിടികൂടി പോലീസിലേൽപ്പിച്ച ബുർഖാധാരി പശ്ചിമ ബംഗാൾ സ്വദേശി. ബുർക്കയിട്ട് സ്ത്രീവേഷത്തിൽ ഭിക്ഷാടനം നടത്തുകയായിരുന്ന ഇയാൾ കുമ്പള ബസ് സ്റ്റോപ്പിലെത്തിയപ്പോൾ സംശയത്തിനിട നൽകാതിരിക്കുവാനായിരുന്നു സ്ത്രീകളുടെ ഭാഗത്ത് നിന്നത്. എന്നാൽ സമീപത്തുണ്ടായിരുന്ന സ്ത്രീകൾ സൂക്ഷ്മ നിരീക്ഷണത്തിന് വിധേയമാക്കിയപ്പോഴാണ് ആൾമാറാട്ടം പുറത്തു വന്നത്. मास्क जोड़ो, मुंह से निकालो, पूरा निकालो, मास्क निकाल। ना हिंदी हमारी पुर्ची बोर्ड चोट दियो, मास्क निकाल, मास्क निकाल അതിലല്ലേ ഇടാൻ പറ്റണ്ട, അത്രയല്ലേ നിർത്തട്ടോ. നമുക്ക് പിന്നെ മൊബൈലിൽ മാറ്റിയിട്ട് പിന്നെ ആണല്ലേ പിന്നെ വീഡിയോ ഉണ്ടല്ലോ പേടിക്കാ. मास्क निकाल, मास्क निकाल, दूसरा मत निकालो, കുമ്പളയിലെ ബസ് സ്റ്റോപ്പിൽ കഴിഞ്ഞ ദിവസം ഉച്ചയ്ക്ക് 2 മണിക്കായിരുന്നു നാടകീയ സംഭവങ്ങളുണ്ടായത്. സ്റ്റോപ്പിലിരിക്കുകയായിരുന്ന സ്ത്രീകൾക്ക് തങ്ങളുടെ സമീപം ബുർക്ക ധരിച്ച് നിൽക്കുകയായിരുന്നയാളുടെ ചലനങ്ങളിൽ ഇയാൾ പുരുഷനാണോ എന്ന് സംശയം തോന്നി. സൂക്ഷ്മ നിരീക്ഷണത്തിന് വിധേയമാക്കിയപ്പോൾ കാൽപാദങ്ങളും ധരിച്ചിരിക്കുന്ന ചെരുപ്പും പുരുഷൻ്റേതാണെന്ന് ഉറപ്പാക്കി. തുടർന്ന് ബഹളം വെച്ച് ആളെ കൂട്ടുകയും ഇയാളെ ചോദ്യം ചെയ്യുകയും ചെയ്തു. മറുപടി ഹിന്ദിയിലായതിനാൽ ഇതര സംസ്ഥാന തൊഴിലാളിയാണെന്ന് മനസ്സിലാക്കുകയും ആളെ പോലീസിന് കൈമാറുകയും ചെയ്തു. സ്റ്റേഷനിൽ എത്തിച്ച് വിശദമായി ചോദ്യം ചെയ്തപ്പോഴാണ് ഇയാൾ പശ്ചിമ ബംഗാൾ നാദിയ ഗാലാനാബിയയിലെ നസീബുളാണെന്ന് വ്യക്തമായത്. പോലീസ് ചോദ്യം ചെയ്യലിൽ മനസ്സിലായ കാര്യങ്ങൾ ഇങ്ങനെയായിരുന്നു. ഏതാനും ആഴ്ചകൾക്ക് മുൻപ് ജോലി തേടിയാണ് നസീബുൾ കുമ്പളയിലെത്തിയത്. പല സ്ഥലങ്ങളിലും കറങ്ങി നടന്നുവെങ്കിലും ജോലിയൊന്നും ശരിയായില്ല. ഇതിനിടയിൽ വീടുകൾ കയറിയിറങ്ങിയും കടകളിൽ കയറിയും ഭിക്ഷാടനം നടത്തി. എന്നാൽ കാര്യമായൊന്നും ലഭിച്ചില്ല. സ്ത്രീയാണെന്ന് തെറ്റിദ്ധരിപ്പിച്ചാൽ കൂടുതൽ തുക ഭിക്ഷയായി കിട്ടുമെന്ന് കണക്കുകൂട്ടിയ ഇയാൾ ബുർക്ക സംഘടിപ്പിക്കുകയും വീടുകളിൽ കയറിയിറങ്ങി ആംഗ്യഭാഷയിൽ ഭിക്ഷ യാചിക്കുവാനും തുടങ്ങി. സംസാരശേഷിയില്ലാത്ത സ്ത്രീയാണെന്ന് കരുതുന്ന വീട്ടുകാർ കൂടുതൽ തുക നൽകി തുടങ്ങി. നസീബുൾ പിന്നീടത് ശീലമാക്കി. അതിനിടയിലാണ് വ്യാഴാഴ്ച ഉച്ചയ്ക്ക് കുമ്പള ടൗണിലെ ബസ് വെയിറ്റിംഗ് ഷെഡിലെത്തിയത്. പുരുഷന്മാരുടെ സമീപത്ത് നിന്നാൽ സംശയിക്കുമെന്ന് കരുതിയാണ് സ്ത്രീകളുടെ സമീപത്തേക്ക് നീങ്ങി നിന്നത്. എന്നാൽ സമീപത്തെ സ്ത്രീകൾ നസീബുളിന്റെ കള്ളി വെളിച്ചത്ത് കൊണ്ടുവരികയായിരുന്നു. ചോദ്യം ചെയ്യലിന് ശേഷം കുമ്പള പോലീസ് നസീബുളിന്റെ കരുതൽ അറസ്റ്റ് രേഖപ്പെടുത്തി ശേഷം ജാമ്യത്തിൽ വിട്ടയച്ചു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. കാസർഗോഡ് മയക്കുമരുന്ന് കേസിൽ പ്രതിക്ക് 10 വർഷത്തെ കഠിന തടവും 1 ലക്ഷം രൂപ പിഴയും ശിക്ഷ. എരിയാൽ ചേരങ്കയിലെ മുഹമ്മദ് മർസൂഖിനെയാണ് കാസർഗോഡ് അഡീഷണൽ ജില്ലാ സെഷൻസ് കോടതി 2 ശിക്ഷിച്ചത്. 2022 ഡിസംബർ 26 ഉച്ചയ്ക്ക് 1 മണിയോടെ കാസർഗോഡ് റെയിൽവേ സ്റ്റേഷന് സമീപത്തെ പാർക്കിൽ വെച്ച് കഞ്ചാവ് സിഗരറ്റ് വലിക്കുന്നത് കണ്ട് ചോദ്യം ചെയ്തതിൽ നിന്നും വിൽപ്പനയ്ക്കായി സൂക്ഷിച്ച 48 ഗ്രാം MDMA മുഹമ്മദ് മർസൂഖിൽ നിന്ന് കണ്ടെത്തിയെന്ന കേസിലാണ് ശിക്ഷാവിധിയുണ്ടായിരിക്കുന്നത്. 10 വർഷത്തെ കഠിന തടവിനും 1 ലക്ഷം രൂപ പിഴയടയ്ക്കുവാനുമാണ് കാസർഗോഡ് അഡീഷണൽ ജില്ലാ സെഷൻസ് കോടതി ജഡ്ജി കെ പ്രിയ ശിക്ഷിച്ചത്. പിഴ അടച്ചില്ലെങ്കിൽ 3 മാസം അധിക തടവ് അനുഭവിക്കേണ്ടി വരും. കാസർഗോഡ് SI ആയിരുന്ന വിഷ്ണുപ്രസാദാണ് MDMA പിടികൂടുകയും പ്രതിയെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തത്. തുടർന്ന് അന്വേഷണം നടത്തി കോടതിയിൽ കുറ്റപത്രം സമർപ്പിച്ചത് കാസർഗോഡ് ഇൻസ്പെക്ടറായിരുന്ന P അജിത് കുമാർ ആയിരുന്നു. പ്രോസിക്യൂഷന് വേണ്ടി അഡീഷണൽ ഗവൺമെന്റ് പ്ലീഡർ G ചന്ദ്രമോഹനും അഡ്വക്കേറ്റ് ചിത്രകലയും ഹാജരായി. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. മഞ്ചേശ്വരത്ത് ബൈക്കിൽ ആവശ്യക്കാർക്ക് MDMA വിതരണം ചെയ്യുന്നതിനിടെ യുവാവ് അറസ്റ്റിൽ. പത്വാടി കാർഗിൽ കോളനിയിലെ സിദ്ദിഖാണ് മഞ്ചേശ്വരം പോലീസിന്റെ പിടിയിലായത്.
വിതരണത്തിനായി ബൈക്കിൽ കടത്തുകയായിരുന്ന 8.77 ഗ്രാം MDMA-യുമായാണ് പത്വാടി കാർഗിൽ കോളനിയിലെ അബൂബക്കർ സിദ്ദിഖിനെ മഞ്ചേശ്വരം SI ഉമേഷും സംഘവും അറസ്റ്റ് ചെയ്തത്. വെള്ളിയാഴ്ച പുലർച്ചെ പോലീസ് പെട്രോളിംഗ് നടത്തുന്നതിനിടയിൽ മീഞ്ച കുളൂരിൽ വെച്ചാണ് ഇയാളെ അറസ്റ്റ് ചെയ്തത്. അറസ്റ്റിലായ പ്രതിക്ക് മറ്റെന്തെങ്കിലും കേസുകളിൽ ബന്ധമുണ്ടോ എന്ന് അന്വേഷിച്ചു വരുന്നതായി പോലീസ് പറഞ്ഞു. കൂടാതെ പ്രദേശത്ത് പരിശോധന ശക്തമാക്കുമെന്നും പോലീസ് അറിയിച്ചു. അബ്ദുൽ ഉദ്യാവർ, ന്യൂസ് ബ്യൂറോ, മഞ്ചേശ്വരം. ഷിറിയയിൽ മേൽപ്പാലം വേണമെന്നാവശ്യപ്പെട്ട് വികസന സമിതി നടത്തിയ സമര സംഗമത്തിൽ പ്രതിഷേധമിരമ്പി. നാട്ടുകാർ, ഷിറിയ ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂൾ വിദ്യാർത്ഥികൾ, അധ്യാപകർ ഉൾപ്പെടെ നൂറുകണക്കിന് പേർ പ്രതിഷേധത്തിൻ്റെ ഭാഗമായി. ഷിറിയ വികസന സമിതി ചെയർമാൻ അബ്ബാസ് KM ഓണന്ത സമരം ഉദ്ഘാടനം ചെയ്തു. ദേശീയപാത വികസനത്തിന്റെ ഭാഗമായി ഷിറിയ പ്രദേശം ഒറ്റപ്പെടുന്നതിനാൽ മേൽപ്പാലം നിർമ്മിക്കണമെന്നാവശ്യപ്പെട്ട് സമരം ശക്തമാക്കുകയാണ് നാട്ടുകാർ. ഇതിന്റെ ഭാഗമായി ഷിറിയ വികസന സമിതിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ സംഗമം നടത്തി. ഷിറിയ വികസന സമിതി ചെയർമാൻ അബ്ബാസ് KM ഓണന്ത പ്രതിഷേധ പരിപാടി ഉദ്ഘാടനം ചെയ്തു. ട്രഷറർ ഹനീഫ് PM ഷിറിയ അധ്യക്ഷനായി. മഹ്മൂദ് ഹാജി, ഷിറിയ സ്കൂൾ PTA പ്രസിഡന്റ് ഷാഫി സഅദി ഷിറിയ, മഷൂദ് ഷിറിയ, ഇബ്രാഹിം കയ്യാർ, മുൻ പഞ്ചായത്ത് അംഗം ജലീൽ ഷിറിയ, പ്രകാശ്, ബാബു, ഹരീഷ്, അബ്ദുള്ള BM തുടങ്ങിയവർ സംസാരിച്ചു. നാട്ടുകാർ, ഷിറിയ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ വിദ്യാർത്ഥികൾ, അധ്യാപകർ ഉൾപ്പെടെ നൂറുകണക്കിന് ആളുകൾ പ്രതിഷേധത്തിന്റെ ഭാഗമായി. ഷിറിയ കുന്നിൽ, തീരദേശ ഷിറിയ എന്നീ പ്രദേശങ്ങളെ ബന്ധിപ്പിക്കുന്നതിനായി ദേശീയപാത, റെയിൽവേ ലൈൻ എന്നിവ ഉൾപ്പെടുത്തി ഷിറിയ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ ബസ് സ്റ്റോപ്പിന് സമീപം മേൽപ്പാലം നിർമ്മിക്കണമെന്നാണ് ഷിറിയ വികസന സമിതിയുടെ ആവശ്യം. സ്കൂളുകളിലെ വിദ്യാർത്ഥികളും അതുപോലെ തന്നെ നാട്ടുകാരൊക്കെ ചേർന്ന് ഒരു സൂചനാ സമരം ഇങ്ങനെ തരുമ്പോൾ നിങ്ങൾ പ്രതീക്ഷിച്ചിരിക്കുക. ഏതായാലും ഞങ്ങൾക്ക് ഇങ്ങനത്തെ ഒരു മേൽപ്പാലം ഞങ്ങൾക്ക് നിർബന്ധമാണ്. ഞങ്ങൾക്ക് ഒറ്റപ്പെട്ട പ്രദേശമായ ഷിറിയ എന്ന ഗ്രാമത്തെ ഞങ്ങൾക്ക് കൂട്ടിച്ചേർക്കേണ്ടതുണ്ട്. നമ്മളെ കുട്ടികൾക്കും ജീവനക്കാർക്കൊക്കെ നടന്നു വരാനുള്ള ഒരു സംരംഭമായി ആ മേൽപ്പാലം ഞങ്ങൾക്ക് ഇവിടെ നിർബന്ധമായും ഉണ്ടാവണം. ദേശീയപാതയുടെ കിഴക്ക് ഭാഗത്ത് ഷിറിയ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ അടക്കം നിരവധി വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ സ്ഥിതി ചെയ്യുന്നുണ്ട്. സ്വകാര്യ സ്കൂൾ, മദ്രസ, അംഗൻവാടി അടക്കമുള്ള സ്ഥാപനങ്ങളും വിവിധ ആരാധനാലയങ്ങളും ഇരുഭാഗങ്ങളിലായുണ്ട്. ദേശീയപാത നിർമ്മാണം കുട്ടികളുടെ സ്കൂൾ പഠനത്തെ തന്നെ ബാധിച്ചേക്കുമെന്ന് നാട്ടുകാർ ആശങ്ക പ്രകടിപ്പിക്കുന്നു. ഇത് സംബന്ധിച്ച് കഴിഞ്ഞയാഴ്ച ജില്ലാ പഞ്ചായത്ത് ഭരണസമിതി യോഗത്തിൽ അടിയന്തര പ്രമേയം അവതരിപ്പിച്ചിരുന്നു. ധനരാജ്, ന്യൂസ് ബ്യൂറോ, ഉപ്പള. തുടച്ചു മാറ്റാം വൃദ്ധസദനങ്ങൾ പുതുതലമുറയിലൂടെ എന്ന ആശയത്തിലൂന്നി ആൾട്ടൻഹൈം കൂട്ടായ്മയുടെ ആഭിമുഖ്യത്തിൽ ഡോക്യുമെൻ്ററി പ്രദർശനം സംഘടിപ്പിച്ചു. കാസർഗോഡ് തെക്കിൽ വെസ്റ്റ് GUP സ്കൂളിലായിരുന്നു പരിപാടി. വൃദ്ധസദനങ്ങൾ തുടച്ചുമാറ്റുക എന്ന ആശയം പൂർത്തീകരിക്കുന്നതിന്റെ ഭാഗമായി കുട്ടികളെ, മാതാപിതാക്കളെ സംരക്ഷിക്കുന്നതിന്റെ ആവശ്യകതയെക്കുറിച്ച് ബോധവാന്മാരാക്കുന്നതിനായി ആൾട്ടൻഹൈം കൂട്ടായ്മയുടെ ആഭിമുഖ്യത്തിൽ ഡോക്യുമെന്ററി പ്രദർശനം സംഘടിപ്പിച്ചു. തെക്കിൽ വെസ്റ്റ് GUP സ്കൂളിൽ സംഘടിപ്പിച്ച പരിപാടിയുടെ ഉദ്ഘാടനം ആൾട്ടൻഹൈം കൂട്ടായ്മയുടെ ജില്ലാ പ്രതിനിധി സുലൈഖ മാഹിൻ നിർവഹിച്ചു. സ്കൂൾ PTA പ്രസിഡന്റ് അബ്ദുൾ മുനീർ TM ഡോക്യുമെന്ററിയുടെ സ്വിച്ച് ഓൺ കർമ്മം നിർവഹിച്ചു. SRG കൺവീനർ റെജി സ്വാഗതവും വിദ്യാരംഗം കോർഡിനേറ്റർ ജിനേഷ് നന്ദിയും പറഞ്ഞു. പ്രദർശനത്തിനൊടുവിൽ തേങ്ങലടക്കി വിദ്യാർത്ഥികൾ വൃദ്ധസദനങ്ങളിൽ മാതാപിതാക്കളെ തള്ളിക്കളയുകയില്ലെന്നും വൃദ്ധസദനങ്ങളിൽ കഴിയുന്നവരെ സ്വന്തം മാതാപിതാക്കളായി കണ്ട് അവർക്കായി പ്രവർത്തിക്കുമെന്നും പ്രതിജ്ഞയെടുത്തു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. രുചിയുടെ മേളമൊരുക്കി കാസർഗോഡ് റവന്യൂ ജില്ലാ സ്കൂൾ കലോത്സവ നഗരിയിൽ അപ്പക്കട. ഉദിനൂർ GHSS NSS യൂണിറ്റും സൗഹൃദ ക്ലബ്ബുമാണ് അപ്പക്കട തുറന്നത്.
കാസർഗോഡ് റവന്യൂ ജില്ലാ സ്കൂൾ കലോത്സവ നഗരിയിൽ നാഷണൽ സർവീസ് സ്കീം GHSS ഉദിനൂർ യൂണിറ്റിൻ്റെയും സൗഹൃദ ക്ലബിൻ്റെയും സംയുക്താഭിമുഖ്യത്തിൽ അപ്പക്കട തുറന്നു. സ്കൂൾ പ്രിൻസിപ്പൽ PV ലീന ഉദ്ഘാടനം ചെയ്തു. ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് ഫണ്ട് ശേഖരിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് അപ്പക്കട പ്രവർത്തിക്കുന്നത്. വളണ്ടിയർമാർ വീടുകളിൽ നിന്നും തയ്യാറാക്കി കൊണ്ടുവരുന്ന പലഹാരങ്ങളാണ് കടയിൽ ലഭ്യമാകുന്നത്. പ്രോഗ്രാം ഓഫീസർ വത്സൻ തലപ്രവൻ, സൗഹൃദ ക്ലബ്ബ് കോർഡിനേറ്റർ ശ്യാമ P എന്നിവരുടെ നേതൃത്വത്തിലാണ് അപ്പക്കട പ്രവർത്തിക്കുന്നത്. മറ്റ് അധ്യാപകരുടെയും പൂർണ്ണ സഹകരണത്തോടു കൂടിയാണ് കട നടത്തുന്നത്. ന്യൂസ് ബ്യൂറോ, ഉദിനൂർ. സംസ്ഥാന ചലച്ചിത്ര അക്കാദമി സംഘടിപ്പിക്കുന്ന രാജ്യാന്തര ചലച്ചിത്രമേളയോടനുബന്ധിച്ച് നടത്തുന്ന ടൂറിംഗ് ടാക്കീസിന് കയ്യൂരിൽ തുടക്കമായി. M രാജഗോപാലൻ MLA ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാന ചലച്ചിത്ര അക്കാദമി ഡിസംബർ 13 മുതൽ 20 വരെ തിരുവനന്തപുരത്ത് സംഘടിപ്പിക്കുന്ന രാജ്യാന്തര ചലച്ചിത്രമേളയോടനുബന്ധിച്ച് നടത്തുന്ന ടൂറിംഗ് ടാക്കീസ് വിളംബര ജാഥയ്ക്ക് കയ്യൂരിൽ തുടക്കമായി. M രാജഗോപാലൻ MLA ഉദ്ഘാടനം ചെയ്തു. ഇപ്പോൾ വനിതാ സംവിധായകന്മാർക്ക് അവർക്ക് ആവശ്യമായിട്ടുള്ള സാമ്പത്തിക സഹായം സർക്കാർ കൊടുത്ത് സിനിമ ഉണ്ടാക്കുന്നതിന് വേണ്ടി സംവിധാനത്തിന് വേണ്ടിയുള്ള നിർമ്മിക്കുന്നതിന് വേണ്ടിയുള്ള സംവിധാനം ഒരുക്കി ഈ സർക്കാർ. അതുപോലെ ഈ മേഖലയിൽ പോയ കാലങ്ങളിൽ വ്യത്യസ്തമായി ചലച്ചിത്ര വികസന കോർപ്പറേഷനായാലും അതുപോലെ തന്നെ ചലച്ചിത്ര അക്കാദമി ആയാലും എങ്ങനെയെല്ലാം കലാമൂല്യമുള്ള സിനിമകൾ നിർമ്മിക്കാനും സിനിമയുമായി കൂടുതൽ ഏറ്റവും പ്രധാനപ്പെട്ട ശക്തമായ ഒരു സംവേദനോപാധി എന്നുള്ള നിലയിൽ സിനിമയെ പ്രയോജനപ്പെടുത്താൻ കഴിയുമെന്നതിനെക്കുറിച്ചെല്ലാം ചർച്ച ചെയ്ത് പ്രേംകുമാറിനെ പോലെയുള്ള വളരെ പ്രഗത്ഭരായിട്ടുള്ള വ്യക്തിത്വങ്ങൾ തന്നെയാണ് ഇതിനെല്ലാം നേതൃത്വപരമായിട്ടുള്ള പങ്കുവഹിക്കുന്നത്. ചലച്ചിത്ര അക്കാദമി ചെയർമാൻ പ്രേംകുമാർ അധ്യക്ഷത വഹിച്ചു. സന്തോഷ് കീഴാറ്റൂർ, നീലേശ്വരം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് മാധവൻ മണിയറ, കയ്യൂർ ചീമേനി പഞ്ചായത്ത് പ്രസിഡന്റ് M ശാന്ത, ജില്ലാ പഞ്ചായത്ത് അംഗം CJ സജിത്ത്, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം പ്രദീപ് ചൊക്ലി, PK ബൈജു, അരവിന്ദൻ മാണിക്കോത്ത്, K രാധാകൃഷ്ണൻ, ചലച്ചിത്ര അക്കാദമി അംഗം മനോജ് ഖാന, KV ലക്ഷ്മണൻ എന്നിവർ സംസാരിച്ചു. ചടങ്ങിൽ സിനിമാ പ്രവർത്തകരായ PP കുഞ്ഞികൃഷ്ണൻ, C ഷുക്കൂർ, രാജേഷ് അഴീക്കോടൻ, ചിത്ര നായർ, രജീഷ് പൊതാവൂർ, CBK തോമസ് എന്നിവരെ ആദരിച്ചു. കയ്യൂർ ഫൈൻ ആർട്സ് സൊസൈറ്റിയുടെ ഉപഹാരം പ്രേംകുമാറിന് കൈമാറി. ഉദ്ഘാടന പരിപാടിയിൽ നിരവധി പേർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. സ്ഥലം മാറിപ്പോകുന്ന ബദിയടുക്ക CSCയിലെ ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ KS രാജേഷിന് പൈക്ക മൈത്രി സാംസ്കാരിക വേദി യാത്രയയപ്പ് നൽകി. ചൂരിപ്പള്ളം കമ്മ്യൂണിറ്റി ഹാളിൽ നടന്ന ചടങ്ങ് ഗ്രാമപഞ്ചായത്ത് മെമ്പർ B ചിത്രകുമാരി ഉദ്ഘാടനം ചെയ്തു. സ്ഥാനക്കയറ്റത്തോടെ പാലക്കാടേക്ക് സ്ഥലം മാറിപ്പോകുന്ന ബദിയടുക്ക CHCയിലെ ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ KS രാജേഷിന് പൈക്ക മൈത്രി സാംസ്കാരിക വേദിയുടെ ആഭിമുഖ്യത്തിൽ ഹൃദ്യമായ യാത്രയയപ്പ് നൽകി. ചൂരിപ്പള്ളം കമ്മ്യൂണിറ്റി ഹാളിൽ സംഘടിപ്പിച്ച ചടങ്ങ് ഗ്രാമപഞ്ചായത്ത് മെമ്പർ B ചിത്രകുമാരി ഉദ്ഘാടനം ചെയ്തു. മൈത്രി സാംസ്കാരിക വേദി പ്രസിഡന്റ് ഷാഫി ചൂരിപ്പള്ളം അധ്യക്ഷത വഹിച്ചു. കോവിഡ് കാലഘട്ടത്തിൽ ചെങ്കള പഞ്ചായത്തിൽ രാജേഷും സഹപ്രവർത്തകരും ആരോഗ്യമേഖലയിൽ നടത്തിയ പ്രവർത്തനങ്ങൾ ഏറെ പ്രശംസ പിടിച്ചുപറ്റിയിരുന്നു. മൈത്രി പൈക്ക സെക്രട്ടറി BK ബഷീർ പൈക്ക സ്കൂൾ മാനേജർ നിത്യൻ നെല്ലിത്തല, നെക്രാജി സർവീസ് സഹകരണ ബാങ്ക് വൈസ് പ്രസിഡന്റ് രാധാകൃഷ്ണ നായക്, KP ഹമീദ്, വിനോദ വേണുഗോപാൽ, B ഗംഗാധരൻ, ഷരീഫ് BT അടുക്ക, C രാധ, S സുനിത, സുജീത, ഐത്തപ്പ ചൂരിപ്പള്ളം എന്നിവർ സംസാരിച്ചു. ചടങ്ങിൽ കലോത്സവത്തിൽ മികച്ച വിജയം നേടിയ KP ആദിൽ, അനീക്ഷ നാരായണൻ എന്നീ കുട്ടികളെ ഉപഹാരം നൽകി അനുമോദിച്ചു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ഉദിനൂർ ഗ്രാമത്തിന് കലയുടെ വസന്തമൊരുക്കി റവന്യൂ ജില്ലാ സ്കൂൾ കലോത്സവം. നാടിന്റെ ഒത്തൊരുമയും സ്നേഹക്കൂട്ടായ്മയും തെളിയിക്കുന്നതാണ് കലോത്സവങ്ങളെന്ന് സിനിമാ താരം മധുപാൽ. നിരവധി കേസുകളിലെ പ്രതിയെ വേഷം മാറിയെത്തി പിടികൂടി പോലീസ്. കൊടിയമ്മ ചായിക്കട്ടയിലെ PA മുഹമ്മദിനെയാണ് കുമ്പള പോലീസ് പിടികൂടിയത്. MDMAയും പിടിച്ചെടുത്തു. കുപ്പള ജംഗ്ഷനിൽ വ്യാപാര സ്ഥാപനത്തിൽ വൻ തീപിടുത്തം, 10 ലക്ഷം രൂപയുടെ നഷ്ടം. ബുർക്ക ധരിച്ച് കുമ്പള ടൗണിലെ ബസ് സ്റ്റോപ്പിലുണ്ടായിരുന്നയാൾ പശ്ചിമ ബംഗാൾ സ്വദേശി. കുമ്പള പോലീസ് അറസ്റ്റ് രേഖപ്പെടുത്തി ജാമ്യത്തിൽ വിട്ടയച്ചു. കാസർഗോഡ് മയക്കുമരുന്ന് കേസിൽ പ്രതിക്ക് 10 വർഷത്തെ കഠിന തടവ്. എരിയാൽ ചേരങ്കയിലെ മുഹമ്മദ് മർസൂഖിനെയാണ് കോടതി ശിക്ഷിച്ചത്. ഷിറിയയിൽ മേൽപ്പാലം വേണം. വികസന സമിതി നടത്തിയ സമരസംഗമത്തിൽ പ്രതിഷേധമിരമ്പി.
ഇതോടുകൂടി ഈ ന്യൂസ് ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.